നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ വാഹനങ്ങൾ ആധുനിക കാലത്തിലേക്ക് കടക്കുന്ന കാലത്ത് കാര്യമായ രീതിയിൽ ഇന്ത്യയിൽ വിറ്റഴിഞ്ഞ ഒരു വാഹനമാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് 26 വർഷം പഴക്കമുള്ള ഒരു വാഹനമാണ്. ഇതിൻ്റെ പേര് ദൈവു മാറ്റിസ് എന്നാണ്. മാരുതി 800ഉം ഹ്യുണ്ടായി സാൻഡ്രോയും ഒക്കെ ആയിരുന്നു തുടക്കകാലത്ത് ഇന്ത്യയിലൊരു ചെറിയ ഹാഷ് ബാക്കായിട്ട് വന്നെങ്കിൽ അതോടൊപ്പം മത്സരിക്കാൻ വേണ്ടി വന്ന വാഹനമാണിത്. പക്ഷേ പിന്നീട് ദൈവു എന്ന കമ്പനി ബാങ്ക്രപ്റ്റായി പോവുകയും അങ്ങനെ ഇന്ത്യയിൽ നിർമ്മാണം നിലയ്ക്കുകയും ചെയ്ത വാഹനമാണ്. ആ കാലത്ത് ധാരാളം പുതുമകൾ ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് ദൈവു മാറ്റിസ്. പ്രധാനമായും ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ്, കാഴ്ചയുടെ ഭംഗി, അത്തരം പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ ഇന്ത്യയിൽ തുടക്കത്തിൽ സാൻഡ്രോ കൊണ്ടുവന്ന ടോൾ ബോയ് ഡിസൈൻ ഏതാണ്ട് അതേ രീതിയിൽ കൊണ്ടുവന്നൊരു വാഹനവുമാണ് ദൈവു മാറ്റിസ്. അക്കാലത്ത് പോലും 4 ലക്ഷം രൂപയ്ക്കടുത്ത് വിലയുണ്ടായിരുന്നെങ്കിലും ഇത് കാര്യമായ രീതിയിൽ വിൽക്കാൻ കാരണം ഇതിൻ്റെ പല ഗുണങ്ങളാണ്. പ്രധാനമായിട്ടും സാൻഡ്രോയ്ക്ക് ശേഷം ആദ്യമായിട്ട് ഫ്യുവൽ ഇഞ്ചക്ഷൻ വന്ന ഒരു വാഹനം ഇതായിരുന്നു. കൂടാതെ ഈ കാണുന്ന പോലെയല്ല, ഇൻറ്റീരിയറിൽ നല്ല സ്പേസ് ഉണ്ട്. തന്നെയുമല്ല, ഗംഭീരമായ എൻജിൻ, അതും അക്കാലത്ത് ഏറ്റവും കൂടുതൽ പവർഫുള്ളായുള്ള എൻജിൻ. അത്തരം പല കാര്യങ്ങളും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. 800cc എൻജിൻ ആയിരുന്നെങ്കിൽ പോലും 52 bhp-യോളം ഇതിന് പവർ ഉണ്ടായിരുന്നു. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാരുതി 800 വളരെ പിന്നിലായിരുന്നു അക്കാര്യത്തിൽ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. തന്നെയുമല്ല, 18.5 ആണ് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്ന മൈലേജ്. അത് കിട്ടുന്നുമുണ്ടായിരുന്നു. അങ്ങനെ കാര്യമായ രീതിയിൽ ഇന്ത്യക്കാർ ശ്രദ്ധിച്ചൊരു വാഹനമാണെങ്കിലും കമ്പനിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് നിന്നുപോയി എന്നാണ് മാറ്റിസിനെ പറ്റി പറയാവുന്നത്. 2 വർഷത്തോളം മാത്രമാണ് ഈ വാഹനം ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിരുന്നത്. 2001 ഈ ഒരു കമ്പനി ബാങ്ക്രപ്റ്റ് ആയതിനു ശേഷം ഷെവർലെ ഈ വാഹനത്തിൻ്റെ റൈറ്റുകളെല്ലാം വാങ്ങിക്കുകയും പിന്നീട് ഇത് സ്പാർക്ക് എന്നുള്ള പേരിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം നിങ്ങൾ കണ്ട ബീറ്റ് പോലും, ഷെവർലെ ബീറ്റ് പോലും ഏതാണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഗാമിയായിട്ട് കാണാവുന്ന വാഹനമാണ്. എന്തായാലും വളരെ പ്രത്യേകതയുള്ള വാഹനമാണ് ഇത്. ഈ വാഹനത്തിൻ്റെ ഓണർ അശോക് എന്ന് പറയുന്ന കാഞ്ഞിരമറ്റത്തുള്ള നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അശോകിനോട് നമുക്ക് ഈ വാഹനത്തിൻ്റെ മറ്റ് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെങ്കിലും ഇതിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഡിസൈനും അത്തരം കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈജു നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗത്ത് കൊറിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ദൈവു. ആയിരുന്നു എന്നാണ് പറയേണ്ടത്. ചെറിയ വാഹനങ്ങൾ മാത്രമല്ല, വലിയ ട്രക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം ദൈവു നിർമ്മിച്ചിരുന്നു. ഇന്ത്യയിൽ ഒരു വാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാൻ ആലോചിച്ചപ്പോൾ ആദ്യമായി ഇവരുമായിട്ട് ചേർന്ന് നിന്ന 2 കമ്പനികൾ, ഒന്ന് DCM എന്ന് പറയുന്ന കമ്പനിയാണ്, മറ്റൊന്ന് ടൊയോട്ടയാണ്. ടൊയോട്ടയും DCM-ഉം ദൈവവും കൂടിയാണ് ആദ്യമായി ഇന്ത്യയിൽ ഈ വാഹനം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ജോയിൻറ്റ് വെഞ്ചർ തുടങ്ങിയതെങ്കിലും പിന്നീട് ടൊയോട്ട അതിൽ നിന്ന് പിന്മാറി. പിന്നീട് DCM ദൈവു എന്നുള്ള പേരിലാണ് ഈ കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, DCM ദൈവു എന്നുള്ള പേരിൽ ട്രക്കുകൾ കൊണ്ടുവന്നു. അതുകൂടാതെ കൈനറ്റിക് എന്ന കമ്പനിയുമായിട്ട് ചേർന്ന് ദൈവുവിൻ്റെ TV സെറ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ കാര്യമായ രീതിയിൽ പുഷ്പിച്ച് നിന്നൊരു കമ്പനിയാണ് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയത്. ഈ വാഹനത്തിൻ്റെ ചരിത്രം, ഇതിൻ്റെ ഡിസൈനൊക്കെ കൂടുതൽ രസകരമായ ഒരു കാര്യമാണ്. കാരണം ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ലോകത്തിലെ അന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ കമ്പനിയായ ഇറ്റാൽ ഡിസൈനാണ് ഡിസൈൻ ചെയ്തത്. അതിൻ്റെ ഗ്രിഗോറിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും. വളരെ പ്രശസ്തനായ ആ ഒരു ഡിസൈനറാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തത്. അങ്ങനെ അദ്ദേഹം അത് 92 ഇറ്റലിയിലെ ടൂറിൻ ഓട്ടോ ഷോയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അന്ന് 4 ഡോർ ഉണ്ടായിരുന്നില്ല, 3 ഡോർ വേർഷനായിരുന്നു. ID കോൺസിസെൻറ്റോ എന്ന മറ്റോ ആയിരുന്നു അന്ന് അതിൻ്റെ പേര്. അത് പക്ഷേ ഫിയറ്റിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം വീണ്ടും അതൊന്ന് ഡിസൈൻ ചെയ്ത് മറ്റൊരു രൂപത്തിൽ കാണിച്ചു. അത് മറ്റൊരു ഓട്ടോ ഷോയിൽ പ്രദർശിപ്പിച്ചു. അതും ഫിയറ്റ് തള്ളി. ആ ഡിസൈൻ അവർക്ക് ഇഷ്ടമായില്ല. പിന്നീട് കുറേ കാലത്തേക്ക് ഈ ഡിസൈൻ അങ്ങനെ ഗ്രിഗോറിയോയുടെ കയ്യിൽ തന്നെ അങ്ങനെ ഇരുന്നു. അതിന് ശേഷമാണ് ദൈവു ഇതിനെപ്പറ്റി കേൾക്കുകയും ദൈവുവിന് ഈ ഡിസൈൻ അങ്ങ് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ ഉണ്ട കണ്ണുകളും മറ്റും ദൈവുവിന് ഇഷ്ടപ്പെട്ടു. അവർ എന്നിട്ട് ഈ ഡിസൈൻ പൂർണ്ണമായും ഔട്ട്റൈറ്റായിട്ട് അങ്ങ് പർച്ചേസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെയാണ് ദൈവു മാറ്റിസ് എന്ന് പറയുന്ന ഈ മോഡൽ ജനിക്കുന്നത്. ഇത് ലോകവ്യാപകമായി വിറ്റ ഒരു മോഡലാണ്. ഇതിന് പല പേരുകളുണ്ട്. എൻ്റെ അറിവനുസരിച്ച് 26 പേരുകളിലാണ് ഇത് ലോകവ്യാപകമായിട്ട് വിറ്റിരുന്നത്. അന്ന് തന്നെ ദൈവു സ്പാർക്ക് എന്നുള്ള പേരിലും ഇത് വിറ്റിരുന്നു. അതാണ് മറ്റൊരു പ്രത്യേകത. അതിനുശേഷമാണ് ഷെവർലെ വന്നപ്പോൾ അത് സ്പാർക്ക് എന്നുള്ള പേരിൽ തന്നെ ഇന്ത്യയിലും ഈ വാഹനം വിറ്റത്. ഏതാണ്ട് 4 മീറ്ററിനടുത്ത് നീളവും 170 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ ഒരു വാഹനമാണ്. 796cc എഞ്ചിനാണ്, അതായത് 800cc എഞ്ചിനാണ്. 52 bhp ആണ് പവർ. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇത് ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ്. ടോപ്പിൻ്റെ വേരിയൻ്റ് കൂടാതെ ഇതിൻ്റെ സ്പെഷ്യൽ എഡിഷനൊക്കെ പിന്നീട് കുറേ സ്പെഷ്യൽ എഡിഷനൊക്കെ വന്നെങ്കിൽ പോലും പിടിച്ചു നിൽക്കാനായില്ല. എന്നതന്നെയുമല്ല, ഈ വാഹനത്തിന് മുമ്പ് 95 ആദ്യമായി ദൈവുവിൻ്റെ ഒരു വാഹനം ഇന്ത്യയിൽ വരുന്നത്. അതൊരു വലിയ വിപ്ലവമായിരുന്നു. അതിൻ്റെ പേര് സിയലോ എന്നാണ്. സിയലോ അക്കാലത്തെ ഏറ്റവും ലക്ഷറിയസ് വാഹനമായിരുന്നു. മാരുതി 1000 പോലുള്ള വാഹനങ്ങളുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാവുന്ന വാഹനമായിരുന്നു. അതിനുശേഷം നെക്സിയ എന്നുള്ള പേരിൽ അതിൻ്റെ കുറച്ചുകൂടി പവർഫുള്ളായുള്ള വേർഷൻ വന്നു.
അങ്ങനെ 3 വാഹനങ്ങളെ ഇന്ത്യയിൽ കൊണ്ടുവന്നുള്ളൂ. അതിനുശേഷം 3 വാഹനങ്ങൾ കൂടി കൊണ്ടുവരാൻ പരിപാടി ഇട്ടിരുന്നെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായില്ല. അപ്പോഴത്തേക്കും ബാങ്ക്രപ്റ്റായി പോവുകയാണ് ഉണ്ടായത്. എന്തായാലും ആ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട മോഡലാണ് എന്ന് മാത്രമല്ല, ഹ്യുണ്ടായും അതുപോലെ തന്നെ മാരുതിയും പോലുള്ള കമ്പനികളുമായിട്ട് ഏറ്റുമുട്ടി പിടിച്ചു നിന്നു എന്നുള്ളതാണ് മാറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകതയായിട്ട് പറയാവുന്നത്. എന്തായാലും കാഴ്ചയിൽ ഞാൻ ഈ പറഞ്ഞാൽ വളരെ രസകരമായ രൂപമാണ്. ഒരു ടോൾ ബോർഡ് ഡിസൈനാണെന്ന് മാത്രമല്ല, മുൻഭാഗമൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു വാഹനത്തിലും കാണാത്ത രീതിയിൽ വളരെ സ്ലോപ്പായിട്ടുള്ള ഈ ഒരു ബോണറ്റും അതുപോലെ വളരെ ഗംഭീരമായ ഈ ഉണ്ടക്കണ്ണുകളൊക്കെ ഉണ്ട്. ഇതിന് ഫിയറ്റ് 500ൻ്റെ ഒരു രൂപമായിട്ട് ചെറിയ സാമ്യം നമുക്ക് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ആരോപിക്കുകയും ചെയ്യാം. പക്ഷേ അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള മോഡലാണ്. ദേവുവിൻ്റെ നമ്മൾ മറന്നു തുടങ്ങിയ ഡിസൈൻ ലോഗോയാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ താഴെയായിട്ട് വലിയൊരു ബമ്പറും എയർ ഡാമും, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാനുള്ള സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററൊക്കെ അതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് രീതിയിൽ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. മുൻഭാഗം തീർച്ചയായിട്ടും ഭംഗിയുണ്ട്. അവിടെ തൊട്ട് ഇവിടം വരെ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ടുള്ളൊരു ഡിസൈനായിട്ട് വേണം നമുക്കിനെ കാണാൻ. എന്തായാലും ഇപ്പോഴും കാലികമായ ഒരു ഡിസൈൻ എന്ന് തന്നെ വിളിക്കാം. ഇപ്പോൾ വിറ്റാലും വാങ്ങിക്കാൻ ആളുണ്ടാവും. ആ രീതിയിൽ രസകരമായ ഡിസൈൻ എന്നാണ് പറയേണ്ടത്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സ്റ്റോക്ക് കണ്ടീഷനാണെന്നുള്ള കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യങ്ങളും മാറ്റിയിട്ടില്ല. ഈവൻ ഇതിൻ്റെ അന്ന് വാങ്ങിച്ചിട്ട ആ ഒരു സീറ്റ് കവർ പോലും അതേപോലെയുണ്ട്. 26 വർഷമായി എന്നുള്ള കാര്യം ആലോചിക്കുക. ഇവിടെ SG ഹൈ പെർഫോമൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. SG എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൻ്റെ പേരാണ്. ഇതിൻ്റെ മുകളിൽ SA എന്നൊരു വേരിയൻറ്റ് കൂടിയാണ്. അതാണ് ടോപ്പ് എൻഡ് മോഡൽ. 13 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2345 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട്. എന്നാൽ ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ സാധാരണ നമ്മൾ 4 മീറ്റർ വാഹനങ്ങളിൽ കാണുന്ന വീൽ ബേസിനോടൊപ്പം നിൽക്കുന്ന വീൽ ബേസ് അന്നേ ഇതിന് കൊടുത്തിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സൈഡിലൊക്കെ ചെറിയ കട്ടുകളൊക്കെ കൊടുത്ത് ബോഡി ലൈനുകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽ എന്നൊക്കെ നമ്മളിപ്പോൾ വിളിക്കുന്ന ആ ഒരു ഡോർ ഹാൻഡിലിനോട് സമാനമായ ഡോർ ഹാൻഡിൽ നമുക്ക് ഇതിൽ കാണാം. സൈഡ് വ്യൂ മിറേഴ്സൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ ചേർന്ന് നിൽക്കുന്നു. ഒട്ടും തന്നെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഇല്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം. ഇത്രയും വലിയ കോർണർ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലെ ഗ്ലാസ് ഏരിയ ആണെങ്കിലും വളരെ വലുതാണ്. അതുപോലെ ഞാൻ പറഞ്ഞു 170 mm വീൽ ബേസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ചേരുന്ന രീതിയിലാണ്. സൈഡ് പ്രൊഫൈലൊക്കെ നല്ല ഒരു ഒഴുക്കൻ രൂപം, നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ മുൻഭാഗത്ത് ആ ഫ്ലോ അങ്ങനെ തന്നെ പിൻഭാഗത്തേക്ക് ആ ഡിസൈൻ ഫ്ലോ വന്നിട്ടുണ്ട്. ഏറ്റവും പിൻഭാഗത്ത് ഇവിടം വരെ ഗ്ലാസ് ഏരിയ ആണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നിലിരിക്കുന്ന ആൾക്ക് എങ്ങനെ ഇരുന്നാലും ഗ്ലാസ് ഏരിയയിലേക്കാണ് അതിൻ്റെ കണ്ണ് പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ ഫ്യൂൽ ലിഡ് കാണാം. പിൻഭാഗത്തേക്ക് വരുമ്പോൾ അതും വളരെ പ്ലെയിൻ ആണെങ്കിലും നല്ല ഭംഗിയാണ്. വലിയ ഗ്ലാസ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഉൾഭാഗത്ത് അങ്ങേയറ്റം പ്രസന്നമായ ഒരു ഇൻറ്റീരിയർ നമുക്ക് പ്രതീക്ഷിക്കാം. മാറ്റിസ് എന്നുള്ള ബാഡ്ജിങ്, ദേവു അന്ന് സെൻറ്റ് ആൻ്റണീസ് എന്ന് പറയുന്ന, ഇപ്പോൾ അവർ ഇതിലില്ല, ഈ ഓട്ടോമൊബൈൽ ഫീൽഡിലില്ല, അവരാണ് ആദ്യം ടാറ്റ തുടങ്ങിയ അവരാണെന്ന് എൻ്റെ ഓർമ്മ. അതോടൊപ്പം തന്നെ ദേവുവും അവർ തന്നെയായിരുന്നു. 55 ഡീലേഴ്സായിരുന്നു ഓൾ ഇന്ത്യ ഉണ്ടായിരുന്നത് അന്ന് ദേവുവിന്. ആരും ഇപ്പം എനിക്ക് തോന്നുന്നില്ല, അതിൽ പലരും ഇത് വിട്ടുപോയി. ഈ ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. Euro 2 എന്നുള്ള ബാഡ്ജിങ്ങൊക്കെ അന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലോഗമൊക്കെ ഉണ്ട്. കാരണം ഷാർഫിൻ ആൻറ്റിനോ അല്ലെങ്കിൽ പിൻഭാഗത്ത് വൈപ്പർ അത്തരം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ മോഡൽ ഉണ്ടായിരുന്നുള്ള കാര്യം എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇവിടേക്ക് ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ക്ലാഡിങ് ഒക്കെ കൊടുത്ത് ആ ഒരു വൈറ്റ് നിറം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഭംഗിയായ ബമ്പർ, അതുപോലെ തന്നെ ഒരു എക്സോസ് പൈപ്പ്, ഇത്രയും കാര്യങ്ങളാണ് കാണാനുള്ളത്. ടെയിൽ ലാമ്പ് ആണെങ്കിലും ഈ ഒരു റൗണ്ട് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട് മുൻഭാഗത്ത് ഉണ്ടക്കണ്ണിന് ചേരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും തോന്നില്ലേ, ഇപ്പം ഇത് വിറ്റാൽ പോലും നിങ്ങൾ വാങ്ങിക്കുമെന്നുള്ള കാര്യം. അത്രയും മനോഹരമായ ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ, ഇറ്റാലിയൻ ഡിസൈനാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് തോന്നില്ല. ഇനി ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് നോക്കണമെങ്കിൽ നമ്മൾ കീ വെച്ച് തന്നെ തുറന്ന് നോക്കണം. എൻ്റെ അമ്മോ, ഒരു ഗംഭീരമായ പോക്കാണ് പോയത് കേട്ടോ. മോശമല്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട്. ഈ വാഹനം എത്രത്തോളം ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഡോറൊക്കെ തുറക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഈ ഒരു ലിഡൊക്കെ തുറക്കുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയായിട്ടാണ്, ഒരു തരത്തിലുള്ള ശബ്ദകോലാഹലങ്ങളൊന്നുമില്ലാതെ ഭംഗിയായിട്ട് വന്ന് അടയുന്നു. അപ്പോൾ ഇതാണ് മാറ്റിസിൻ്റെ രൂപഭംഗി. ടോട്ടൽ സ്പൈസ് എന്നൊക്കെയുള്ള എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവരുടെ പരസ്യത്തിൽ കണ്ടിരുന്ന പേരാണ് ടോട്ടൽ സ്പൈസ് എന്നൊക്കെയുള്ള. അത് ആ ബാഡ്ജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. റീപെയിൻറ്റ് പോലും ചെയ്തിട്ടില്ല. അത്രയും ഭംഗിയായി സൂക്ഷിക്കുന്ന വാഹനമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു മോഡലാണിത്. കാരണം ആ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ 2 കമ്പനികൾ, അതായത് മാരുതി ഉദ്യോഗിനോടും അതോടൊപ്പം തന്നെ സാൻഡ്രോ പോലുള്ള ഹ്യുണ്ടായുടെ വാഹനങ്ങളും ഒക്കെ ഏറ്റുമുട്ടി പിടിച്ചു വന്ന വാഹനമാണ്. തീർച്ചയായിട്ടും ദേവുവിനെ നമ്മൾ ആ കാര്യത്തിൽ അംഗീകരിക്കണം. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, കാരണം കാര്യമായ രീതിയിൽ ബാങ്ക്രപ്റ്റായി പോയി ഗ്ലോബലി തന്നെ. അങ്ങനെ ദേവു കൊറിയയിൽ നിന്ന് പോലും പുറത്താവുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഷെവർലെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ GM ജനറൽ മോട്ടോഴ്സ് ഈ ഒരു കമ്പനിയെ വാങ്ങിക്കുകയും ഈ ഒരു മാറ്റിസ് പോലുള്ള വാഹനങ്ങളൊക്കെ സ്പാർക്കിൻ്റെ പേരിൽ പിന്നീട് വരികയും ചെയ്തു. അപ്പോൾ നമുക്കിനി ഇന്ത്യയിലാണ്.
വർഷം പഴക്കമുള്ള എൻ്റെ വണ്ടിയുടെ ഇൻറ്റീരിയർ പോലും ഇത്രയും വൃത്തിയും ഭംഗിയുമായിട്ടിരിക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. അത് എന്ത് രസമാണ്. ഡാഷ്ബോർഡിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുള്ളത് സംശയമില്ല. അതും നല്ല നിലവാരമുള്ള ഫൈബറൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ഒരു ആഷ് ഫിനിഷ്, ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസോളൊക്കെ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാരുതി 800ൻ്റെ ആ ഒരു രീതിയൊക്കെ കാണാം. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നും സോഴ്സ് ചെയ്ത സംഭവങ്ങളായിരിക്കാം. 2 AC വെൻ്റുകൾ ഉണ്ടക്കണ്ണുകൾ പോലെ ഇവിടെയുണ്ട്, അവിടെയും കൊടുത്തിരിക്കുന്നു. പിന്നെ AC-യുടെ സ്വിച്ചുകൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. ഇത് ടോപ്പ് എൻഡ് മോഡൽ അല്ലാത്തതുകൊണ്ടായിരുന്നിരിക്കാം ഇതിൽ മ്യൂസിക് സിസ്റ്റം ഒന്നുമില്ല. ഏതായാലും ദൈവൻ്റെ ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത് നോക്കാവുന്നതാണ്. അല്ല, ഇത് എടുത്ത് മാറ്റി അവിടെയാണ് നമ്മൾ മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നത്. കൊറിയക്കാരെല്ലാം കൊച്ചു മനുഷ്യരായതുകൊണ്ടായിരിക്കും കൊച്ചു കപ്പിലായിരിക്കും അവർ കുടിക്കുന്നതുകൊണ്ട് കുഞ്ഞ് കപ്പ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണെന്ന് കൊടുത്തിരുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്നത്. അത് ലെതർ റാപ്ഡായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ ഇപ്പോഴത്തെ പോലെ യാതൊരു തരത്തിലുള്ള സ്വിച്ചുകളൊന്നുമില്ല. വളരെ പ്ലെയിനായുള്ള സ്റ്റിയറിംഗ് വീല്. അതും ഒരു 2 സ്പോക്ക് ആണെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന കാര്യം അന്നേ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മീറ്റർ കൺസോളിലേക്ക് പോവുകയാണെങ്കിലും അതിലും വലിയ സംഭവങ്ങളൊന്നുമില്ല. വളരെ നീറ്റായിട്ടുള്ള മീറ്റർ കൺസോൾ. അത് ഒട്ടും തന്നെ വെയിലൊന്നും കൊണ്ട് നമ്മുടെ കാഴ്ച തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണുള്ളത്, സ്പേസാണ് നിങ്ങളെ അമ്പരപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതാ എത്ര സുഖമായിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും ചെറിയൊരു കാറിൽ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ സീറ്റിൻ്റെ ഇത്തരത്തിലുള്ള സീറ്റും അതുപോലെ കാര്യമായ രീതിയിൽ സ്ലാൻഡ് ചെയ്യാൻ അത്ര അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിന് പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഈ 2 ലിവറുകൾ നമ്മളെ ഓർപ്പിക്കുന്നത് മാരുതിയുടെ വാഹനങ്ങളെ തന്നെയാണ്. ഇതിൻ്റെ വെണ്ടറും അതുപോലെ മാരുതിയുടെ വെണ്ടറും ഒന്ന് തന്നെയായിരിക്കും അത് നിർമ്മിച്ച് കൊടുത്തത്, അതുകൊണ്ടായിരിക്കും അത്. എന്തായാലും സ്പേസ് കൂടാതെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ഗ്ലാസ് ഏരിയ തന്നെയാണ്. വളരെ ഗംഭീരമായ ഗ്ലാസ് ഏരിയ. അതായത് ഒരു മൈതാനത്തിരുന്ന് യാത്ര ചെയ്യുന്ന പോലെ തോന്നും, അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിലൊക്കെ കണ്ടോ, ഇതൊക്കെ വളരെ ആധുനികമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഇതും ഡോർ ലോക്കാണെങ്കിലും മാരുതിയുടെ പോലെ ഒരു കുഞ്ഞു വടിയൊന്നുമല്ല, കുറച്ച് വീതിയുള്ള ഒരു വടിയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ഈ ഒരു സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും അകത്തു നിന്നില്ല, അത് വെളിയിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ പവർ വിൻഡോ അത്തരം കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ നമ്മൾ തിരിച്ചു തന്നെ തുറക്കണം. പക്ഷേ അതെല്ലാം ഇപ്പോഴും വളരെ കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയാണ് അശോക് പറഞ്ഞത്. അശോക് ആകെ ഈ വാഹനം വാങ്ങിച്ചിട്ട് ചെയ്ത ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറയുന്നത് അന്ന് വാങ്ങിച്ച 26 വർഷം മുമ്പ് വാങ്ങിച്ച അതേ സീറ്റ് കവർ, അത് മാത്രമല്ല ഇത് എക്സ്ട്രാ ഫിറ്റിംഗ്, ബാക്കി എല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ്, അതാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും വളരെ കംഫർട്ടബിളായുള്ള സീറ്റാണ്. നല്ല ഹൈറ്റുണ്ട്. സീറ്റിൻ്റെ ഹൈറ്റ് പൊക്കാൻ പറ്റില്ല, സീറ്റിൻ്റെ ഹൈറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടുമില്ല. ഇവിടുത്തെ സ്പേസാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന സ്പേസ്. അതോടൊപ്പം തന്നെ 26 വർഷമായിട്ടും ഒരു തരത്തിലും അനങ്ങാത്ത ഈ ഒരു പ്ലാസ്റ്റിക് പാർട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. ഇവിടെ ഗ്ലോ ബോക്സ് ഉണ്ട്, ഗ്ലോ ബോക്സിലും അത്യാവശ്യം ഒരു വലിപ്പമൊക്കെ ഉണ്ട്. ഡോർ പാഡിൽ ബോട്ടിൽ ഹോൾഡർ അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ ഹാൻഡിലും പിന്നെ സ്പീക്കറിനുള്ള സ്പേസും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റൊരു കാര്യമുള്ള ടോൾ ബോർഡ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അതാ ഹെഡ് സ്പേസ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. ഇഷ്ടം പോലെ ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ആ കാര്യത്തിലും മോശമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോഴും ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഓടിച്ച് പോകാൻ തോന്നുന്നൊരു ഡിസൈനാണ്. അന്ന് എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായിരുന്നു. സുഹൃത്തെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നീട് ശത്രുവായിട്ട് മാറിയൊരു സുഹൃത്താണ്. അപ്പോൾ അന്ന് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഓടിക്കുമായിരുന്നു. എനിക്കിപ്പോഴും മാറ്റിസ് കാണുമ്പോൾ അവൻ്റെ മുഖം ഓർമ്മ വരുന്നൊരു ഒറ്റ കുഴപ്പമുള്ളൂ മാറ്റിസിൻ്റെ കാര്യത്തിൽ, എന്നെ പരിച്ചിട്ട് പരീക്ഷയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മുൻഭാതിരിന്ന് പറയാനുള്ളത്. ഇത് നമുക്കത് പിൻഭാതിരിക്കാം. വളരെ വിശാലമായിട്ടൊന്നും ഡോറ് തുറക്കാൻ പറ്റില്ല, കുറച്ച് കാംഡായിട്ട് വേണം നമ്മൾ ഉൾഭാഗത്തേക്ക് കയറാൻ. ഉൾഭാഗത്തിരുന്ന് കഴിയുമ്പോൾ ഈ സീറ്റ് ഞാൻ പിന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയും സ്പേസ് ഉണ്ട്, ഇത്രയും സ്പേസൊക്കെ പോലെ ഈ ഒരു കുഞ്ഞു കാറിൽ എന്നുള്ള കാര്യം ആലോചിക്കാം. അതുപോലെ തന്നെ കുറച്ച് അപ്രൈറ്റാണ് ഈ ഒരു ബാക്ക് റെസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തിരി നിവർന്നായിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ് ഏരിയയാണ്. ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും കാണ്ടല്ലാത്ത ഫീൽ നൽകും. പിന്നെ സ്പേസ് മോശമല്ല. ഇവിടെ ഈ ഭാഗത്തൊന്നും നമ്മളിപ്പോൾ പറയുന്ന പോലെ പിൻഭാഗത്തേക്ക് AC ഇവൻ്റ് അങ്ങനത്തെ കണക്കണ പരിപാടികളൊന്നും തന്നെ ഇല്ല. എങ്കിലും 3 പേർക്ക് സുഖമായിരിക്കാവുന്ന രീതിയിൽ വളരെ താഴ്ന്നാണ് ഈ ഒരു സെൻട്രൽ ടണലൊക്കെ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹെഡ് സ്പേസ് തന്നെയാണ്. ഡോർ പാഡിലേക്ക് പോയാലും അവിടെ ശൂന്യതയാണ്, മറ്റു കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്തായാലും അന്നത്തെ ഒരു പ്രീമിയം ഫാമിലി കാറായിട്ടാണ് ഇതിനെ കരുതപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ 5 പേർക്ക് സുഖമായി സഞ്ചരിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് ദൈവു ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കിനി ഓടിച്ച് നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊന്ന് അശോകിനോട് സംസാരിക്കാം. 26 വർഷമായിട്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കുന്ന വാഹനമാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ കുടുംബം, അതൊരു അച്ഛൻ വാങ്ങിച്ച വാഹനമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓടിക്കാം.
26 വർഷം പഴക്കമുള്ള വാഹനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കുന്ന അശോക് ജോർജാണ് നമ്മളുള്ളത്. നമസ്കാരം. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ഇതിങ്ങനെ തന്നെ നിലനിർത്തിയതിലാണ്. കാരണം ഞാൻ പലപ്പോഴും മാറ്റിസ് എനിക്ക് ഈ ഒരു വീഡിയോ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ഞാൻ കാണുന്ന എല്ലാ മനസ്സും ഒന്നുമില്ല, ഇവിടെ ഒരു വരയെങ്കിലും വരച്ചു വയ്ക്കും, പെയിൻറ്റിൻ്റെ ഒരു ഒരു കറുത്ത വരയെങ്കിലും വരച്ചു വയ്ക്കും. ഇതൊന്നുമില്ല, ആകെ സീറ്റ് കവർ മാത്രമാണ് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് പറയുന്നത്. അതിനും പക്ഷേ 26 വർഷം പഴക്കമുള്ള അല്ലേ? വണ്ടി വാങ്ങിച്ചല്ലേ? അപ്പോൾ ഇത് അച്ഛനായിട്ട് വാങ്ങിച്ചാണ്? പപ്പ വാങ്ങിച്ചു. അച്ഛൻ എന്ത് ചെയ്യായിരുന്നു? പപ്പ ഹോമിയോ ഡോക്ടറാണ്, ജോർജ് എന്നാണ് പേര്. കാഞ്ഞിരമറ്റത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കും, പഴയ ഹോമിയോ ഡോക്ടർ ആയിരിക്കും. കുറച്ചുകൂടെ അറിയാം. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ, ഇത് അന്ന് മാരുതി ചേട്ടനും സാൻഡ്രോ കത്ത് നിൽക്കുന്ന സമയത്ത് ഇത് വാങ്ങിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്? അല്ല, ഞങ്ങളൊക്കെ മൂന്നുപേരും, ഞാനും ചേട്ടനും അപ്പം ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്തിട്ട് എടുത്ത വണ്ടിയാണ്. ദൈവം എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കമ്പനി ഒന്നും അല്ല. അപ്പോൾ ഇതിനെപ്പറ്റി അത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അന്ന് വാങ്ങിച്ചത്? അന്ന് വാങ്ങിക്കാൻ കാരണം കാറ് വാങ്ങിക്കണം എന്നുള്ള പ്ലാൻ കുറേ കാലമായിട്ടുണ്ട്. 96 മുതലുണ്ട്. അന്നേരം പോലെ 800 വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം പിന്നെ എൻ്റെ പഠിത്തവും മറ്റു കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂർ വേണം, ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടേ വാങ്ങിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കും. ആ സമയത്ത് പിന്നെ വണ്ടി വാങ്ങിക്കാനുള്ള പ്ലാനായി. വണ്ടി വാങ്ങിക്കാൻ പ്ലാൻ എന്ന് തുടങ്ങിയപ്പോൾ ആദ്യം പോയി മാരുതി 800 ബുക്ക് ചെയ്തു. അന്നേരം മറ്റുള്ളവരും പറഞ്ഞു 800 വാങ്ങിക്കേണ്ട, സെൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പോയി സെൻ ബുക്ക് ചെയ്തു. അത് ക്യാൻസൽ ചെയ്തിട്ട് സെൻ ബുക്ക് ചെയ്തപ്പോൾ അന്നേരം പറഞ്ഞു മറ്റേ സെന്നിൻ്റെ MPFI വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കുറച്ച് കാലം വെയിറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് വണ്ടി വന്നില്ല, ഇങ്ങനെ കുറച്ചും കൂടെ ഡിലേ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ മറ്റു സമയത്ത് സാൻഡ്രോ നോക്കി, മാറ്റിസ് നോക്കി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അന്ന് പലരും മാറ്റിസിനെ കുറിച്ച് നല്ലൊരു റിവ്യൂ പറഞ്ഞു, മൈലേജ് കൂടുതലുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ പിന്നെ അന്നേരം മാറ്റിസ് പോയി ബുക്ക് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് സെന്നിൻ്റെ ഒരു സെഗ്മെൻറ്റാണ്, സെന്നിൻ്റെ സെഗ്മെന്റ് അല്ല, സെന്നിൻ്റെ സാൻഡ്രോയുടെ ആ ഒരു സെഗ്മെൻറ്റാണ്. അന്ന് വില, അന്ന് വണ്ടിയുടെ എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 354. വണ്ടി ഓൺ റോഡ് ഇറങ്ങിയപ്പോൾ 396. അതാണ്ട് ഓൾമോസ്റ്റ് 4 lakhs അടുത്ത് ഈ വണ്ടി ഓൺ റോഡ് ഇറങ്ങിയപ്പോൾ 26 വർഷം മുമ്പ് 4 ലക്ഷം രൂപയുടെ വണ്ടിയാണിത്. അന്ന് സെന്ന് കാർബറേറ്റർ വണ്ടിക്ക് അന്ന് എക്സ്-ഷോറൂം പ്രൈസ് 334. അത് ഇതിനേക്കാൾ 20,000 രൂപ കുറവാണ് വണ്ടിക്ക്. MPFI വന്നപ്പോൾ 4 മുകളിൽ പോയെന്ന് തോന്നുന്നു. MPFI വന്നപ്പോൾ ഓൾമോസ്റ്റ് 4 അടുത്ത് വന്നിട്ട്. അപ്പോൾ 26 വർഷം കൊണ്ടു നടക്കുന്ന ഈ വാഹനത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? 26 വർഷം നമ്മുടെ ആദ്യത്തെ വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചിരുന്നു. പിന്നെ വണ്ടി വാങ്ങിച്ചു, ഞാൻ ഈ കാലഘട്ടത്തിൽ നാട്ടിലില്ല, എൻ്റെ ചേട്ടനുണ്ട്. അപ്പോൾ അവരാണെങ്കിലും വണ്ടി ഇത് ആദ്യത്തെ വണ്ടി ആയതുകൊണ്ടും വളരെ സൂക്ഷിച്ച് കൊണ്ടുനടക്കുമായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും അങ്ങനെ വണ്ടി ഉപയോഗിച്ച് തുടങ്ങിയില്ല. ഉപയോഗിച്ച് തുടങ്ങാൻ മീൻസ് ഒരു കൂടുതലും ബൈക്കുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ സ്ഥിരമായത് 2012 മുതലാണ്. അപ്പോൾ അന്നേരം മറ്റൊരു വണ്ടി എടുത്തു. അപ്പോൾ അന്നേരം ഈ വണ്ടി ഒട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നേരം 12 വർഷം കഴിയുമ്പോഴും വണ്ടി 14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം അത് അത്രയും പുത്തം പോലെ ഇരിക്കുന്ന വണ്ടി ഷോറൂം കണ്ടീഷൻ പോലെ അന്നും ഇരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും വിൽക്കാൻ തോന്നിയില്ല, ഒരു സെക്കൻഡ് വണ്ടിയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും വണ്ടി വിൽക്കാൻ തോന്നിയിട്ടില്ല. വണ്ടി ഇപ്പോഴും എനിക്കതിപ്പോൾ വേറെ ഇത്തരം വണ്ടികളില്ലല്ലോ, അതുകൊണ്ട് എനിക്കത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആഗ്രഹം. ഈ 2000 നിങ്ങൾ വാങ്ങിച്ചു 2001 ഇത് വണ്ടി കമ്പനി ഞെട്ടിപ്പോയി കാണുമല്ലോ, ഇത് നിന്നുപോയി. അന്ന് അത്രയും വില കൊടുത്തെടുക്കുമ്പോൾ വണ്ടി നിന്നുപോയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു വർഷം നമുക്ക് അധികം യൂസ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് പേടിയായിരുന്നു, കാരണം ഇതിൻ്റെ സ്പെയർ കിട്ടും മറ്റു കാര്യങ്ങളൊക്കെ. ഇപ്പം എന്താ അവസ്ഥ, സ്പെയറിൻ്റെ അവസ്ഥ? എനിക്ക് അധികം അങ്ങനെ സ്പെയർ മാറ്റി വേണ്ടി വന്നിട്ടില്ല. പക്ഷേ സ്പെയറുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. ഡൽഹിയിൽ നിന്ന് വരുത്തി ചെയ്തിരുന്നു. അത് ചെയ്തു വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ ശക്തിയുണ്ട്, കളമശ്ശേരിയിലും പാലാരിവട്ടം. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഈ ദേവു മാറ്റിസിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹമുണ്ട്, മധു എന്നാണ് പേര്. പുള്ളി ഇപ്പോൾ ഒരു സ്പെയർ പാർട്ട് ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞ പുള്ളി വരുത്തി തരും, കാരണം പുള്ളിക്ക് കറക്റ്റ് അറിയാം പാർട്സ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. സ്ഥിരം അങ്ങനെയല്ല, യൂസേജ് വളരെ കുറവാണ്. മറ്റു വണ്ടിയുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നു. പിന്നെ ഇതൊരു റെഫ്യൂസ് ചെയ്യാന്നുള്ളത്, ഞാൻ ഇപ്പോഴും റെഫ്യൂസ് ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റ് വരുന്നില്ല. ഇപ്പോഴും നമ്മുടെ ഒരു വണ്ടി പുതിയ വണ്ടി പോലെ ഇരിക്കുന്നു. ഇതിന്റെ ഞാനിപ്പോൾ പറയാം, ഇതിന്റെ പ്ലാസ്റ്റിക് പാർട്സ് ഒക്കെ ഒരു അനക്കം പോലും ഇല്ല, ഗ്ലോസി അതേപോലെ നിൽക്കുകയാണ്. അത് തന്നെ, നമ്മളിപ്പോഴും പോർച്ച് തന്നെ വണ്ടി ഒരിക്കലും മഴയത്തോ അങ്ങനെയൊന്നും മുറ്റിവിടുന്നില്ല. വണ്ടി പുറത്ത് കൊണ്ട് എവിടെ കൊണ്ടുപോയാലും പാർക്കിംഗ് പോലും നോട്ട് ശ്രദ്ധിച്ചേ പാർക്ക് ചെയ്യുള്ളൂ. ഇതുമായിട്ട് വെളിയിൽ പോകുമ്പോഴത്തേക്കും പുതിയ തലമുറ ഒന്ന് ചോദിക്കാറുണ്ട്, എന്താ പലരും എന്നോടൊന്ന് ചോദിക്കും. ചിലർ വന്നിട്ട് എന്നോട് ഇത് ഏതാ വണ്ടി എന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഇത് എന്ത് വണ്ടി എന്നൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലർ എന്നോട് ഇതൊക്കെ വന്നിട്ട് ഒരു പരിചയം നമ്മുടെ വണ്ടിയിലും പാർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് പരിചയം നേരെ വന്നിട്ട് നമ്മളോട് സംസാരിക്കും, ഈ വണ്ടി പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷം. ഫാദർ എപ്പോഴും ഓടിക്കുന്നുണ്ട്? പപ്പയ്ക്ക് ഇപ്പോൾ 77 വയസ്സായി. പപ്പ ഇപ്പോൾ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും വണ്ടി. അത്യാവശ്യം ഭയങ്കര മഴയാണെങ്കിൽ കൂടുതലും സ്കൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. മഴയൊക്കെയാണ് അത്യാവശ്യം കാർ എടുത്ത് പോകാൻ വേറെ ആരും ഇല്ല, ഞങ്ങളില്ലെങ്കിൽ എടുത്ത് പോകും. ഇതിപ്പോൾ ഒരു കളക്ടേഴ്സ് ഐറ്റമായിട്ട് മാറിക്കഴിഞ്ഞു ഏകദേശം. കമ്പനിയും പോയി ഇത്രയും വർഷം. ആരെങ്കിലും ഇത് വിൽക്കുന്നതെന്ന് ചോദിക്കാറുണ്ടോ? വിൽക്കുന്നോന്ന് അങ്ങനെ ചോദിച്ചിട്ടില്ല, കാരണം ഇതിന് ആൾക്കാർക്ക് പേടിയായതുകൊണ്ടായിരിക്കാം. ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്നുള്ള. അപ്പോൾ ഇതിന്റെ ഓണേഴ്സിന്റെ ഒരു കൂട്ടായ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, വാട്സാപ്പ്, ഫേസ്ബുക്കിൽ ഞാനൊരു ഗ്രൂപ്പ് കണ്ടിട്ടുണ്ട് മാറ്റിസിന്റെ, ഞാൻ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആണല്ലേ?
അതിനകത്ത് എനിക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള പലരും ഉണ്ട് അതിനകത്ത്. ഓ പല അവരുടെ വണ്ടി സെയിൽ ചെയ്യാനുള്ളതൊക്കെ എനിക്ക് അതിനകത്ത് ഇങ്ങനെ കാണാറുണ്ട് മാർക്കറ്റ് പ്ലേസിലൊക്കെ നോക്കുമ്പോൾ. ശരി. ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലി ഇത് വലിയ വിജയമായിരുന്നു. പല രാജ്യങ്ങളിലും കാര്യമായി രീതിയിൽ വിറ്റ ഒരു വാഹനമാണ്. എങ്കിലും സ്പാർക്കാണ് പൊതുവേ ഇവിടെ നിന്ന് അറിയപ്പെടുന്നത്. കാരണം ഇത് 2 വർഷമല്ലേ ആപ്പാടെ ഇന്ത്യയിൽ വിൽക്കാൻ സാധിച്ചുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ സൂരജ് സ്പോർട്ടിവർക്ക് വലിയ ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലോസ് ചെയ്ത് എല്ലാം ബാങ്ക്രപ്റ്റായി. പിന്നെ ICICI ബാങ്ക് മറ്റായിരുന്നു, അതെല്ലാം അവർ എല്ലാ സാധനവും ജപ്തി ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ ഒരു ദുരന്ത കഥാപാത്രമായി മാറിയ അവസാനം എന്നാണ് പറയുന്നത്. എങ്കിലും ഇപ്പോഴും CLO ഒക്കെ കാണുമ്പോൾ തന്നെ എൻ്റെയൊക്കെ ഒരു പ്രായമുള്ളവർക്ക് ഇപ്പോഴും നമുക്കിങ്ങനെ ഒരു ഹൃദയമിടിപ്പ് കൂട്ടുന്നൊരു സാധനമാണ്. CLO ഒക്കെ നമ്മൾ വായും പിടിച്ച് നോക്കിയതാണ്, കയറാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആലോചിച്ച്. അതിനുശേഷം വന്ന നെക്സി ആണെങ്കിലും CLOയുടെ ഒരു പവർഫുൾ വേർഷനായിരുന്നു. പക്ഷേ അതൊന്നും തീരെ വിറ്റില്ല. എനിക്ക് തോന്നുന്നു പ്ലാനിങ്ങിൻ്റെ ഒക്കെ ഒരു മോശമായിരുന്നു അല്ലേ കമ്പനി. ഈ പറഞ്ഞ നമ്മൾ ഓരോ ഓട്ടോമൊബൈൽ കമ്പനി വിജയിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഒരു പ്ലാനിങ് ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. ഇതിനോടൊപ്പം വന്ന സാൻഡ്രോയ്ക്ക് ശേഷം എത്രത്തോളം വളർന്നു ഹ്യുണ്ടായി, ഇതൊക്കെ അങ്ങനെ നിന്ന് പോവുകയാണ് ചെയ്തത്. എന്തായാലും വീട്ടിലൊരു അലങ്കാരമായിട്ട് ഒരു ഐശ്വര്യമായിട്ട് അങ്ങനെ കിടക്കാം. എൻ്റെ ഉണ്ടക്കണ്ണും ഒക്കെ അല്ലേ കുട്ടികൾക്ക് വലിയ ഇഷ്ടമായിരിക്കും ഈ ഒരു സാധനം അല്ലേ. വീട്ടിലെ കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടമുള്ള സാധനമായിരിക്കും. അപ്പോൾ നമുക്കിനി ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ. ഒന്ന് കുറേ വർഷങ്ങളായി ഞാൻ ഓടിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2008 ഞാൻ അവസാനമായിട്ട് 2004 ഞാൻ അവസാനമായിട്ട് മാറ്റിസ് ഓടിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ 22 വർഷത്തിന് ശേഷം ഞാനും ഒന്ന് മാറ്റിസ് ഓടിക്കാൻ പോകണം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അശോക്. അപ്പോൾ ഇതിങ്ങനെ തന്നെ നിലനിർത്തുക. പുതിയ തലമുറ എന്താണ് മാറ്റിസ് എന്ന് കാണാൻ വേണ്ടി കാഞ്ഞിരമരത്തേക്ക് എത്തുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ മാറ്റിസ് ഓടിച്ചു തുടങ്ങുന്നതിന് മുമ്പ് 26 വർഷം മുമ്പത്തെ മറ്റൊരു അത്ഭുതമാണിത് അല്ലേ, റിമോട്ട് ലോക്ക് എന്ന് പറയുന്നത്. അത് കമ്പനി റിമോട്ട് തന്നെയാണ്. അതിൽ സ്പൈസ് ഈ സ്പൈസ് എന്ന് പറയുന്നതിന്റെ എന്താണ്? സേഫ്റ്റി, പവർ, ഇന്നോവേഷൻ, കംഫോർട്ട്, എക്കണോമി. ഓ അതാണ് സ്പൈസ്, വെറുതെ ഇട്ടല്ല. അല്ല. അപ്പോൾ അതിലിതാ ഇത് പക്ഷേ ഓട്ടോകോപ്പിൻ്റെ ആണ്, ഓട്ടോകോപ്പായിട്ട് ചേർന്നിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അതുപോലെ ദൈവം എന്നുള്ള ബാഡ്ജിങ് ഇതിലുണ്ട്. എന്തായാലും അന്ന് ഒരു അത്ഭുതമായിരുന്നു അല്ലേ, റിമോട്ടേക്ക് കയറുന്നു എന്നുള്ള സാധനം. അപ്പോൾ എന്തായാലും ഇന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മാറ്റിസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് എന്താ പറയുക, ഏറ്റവും പുതിയൊരു വണ്ടി ഓടിക്കുന്ന അതേ ഫീലാണ് അല്ലേ. അതെ, ആ പവറൊക്കെ എന്ത് ഗംഭീരമായിട്ട് കിട്ടുന്നത്. കാര്യം 62 BSP 52 BSP ആണ്. അതിനുശേഷം സ്പാർക്ക് വന്നപ്പോൾ അത് 62 ആയി. 800-ൽ 52 ആണ്. എങ്കിൽ പോലും അന്നത്തെ മറ്റ് സാൻഡ്രോയൊക്കെ നോക്കുമ്പോൾ 1000cc ഉണ്ടായിരുന്ന വണ്ടിയേക്കാളും എഞ്ചിൻ പവർ ഉണ്ട്. അന്നത്തെ 1000cc സാൻഡ്രോയ്ക്ക് 55 BHP ആയിരുന്നു. സെൻ 1000cc അന്ന് കാർബറേറ്ററിന് 50 BHP ഉണ്ടായിരുന്നു. അവരുടെ MPF വന്നപ്പോൾ 60 ആയി. ശരി. ഇത് 98-ലെ ഡൽഹി ഓട്ടോ ഷോയിലാണ് ഇത് ആദ്യമായിട്ട് എക്സിബിറ്റ് ചെയ്തത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്ന് മാതൃഭൂമിയിൽ ഓട്ടോമൊബൈൽ കോളം എഴുതുന്ന സമയത്താണ് ഞാനിത് കണ്ടിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ പുതിയ വണ്ടി എടുക്കാൻ പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു, നമുക്ക് ദൈവ് മാറ്റസ് ഒരു സാധനം വേണ്ട ആ പരിപാടിയൊന്നും വേണ്ട, കൊറിയൻ വണ്ടിയൊന്നും നമുക്ക് വേണ്ട, നമുക്ക് 800 മതി എന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ അന്ന് 800 ആണ് പിന്നെ ഇത് എടുത്തത്. അതുപോലെ 3000 ബുക്കിംഗ് ഫസ്റ്റ് ഡേ ഈ വണ്ടി എക്സിബിറ്റ് ചെയ്ത് അന്ന് 3000 ബുക്കിംഗ് കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് എത്ര ടോട്ടൽ യൂണിറ്റ്സ് സെല്ല് ചെയ്തെന്ന് ഞാൻ നോക്കിയിട്ട് നെറ്റിലൊന്നും അതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു എന്തായാലും 2 വർഷം കൊണ്ട് ഒരു 10-20,000 യൂണിറ്റെങ്കിലും വിറ്റ് കാണണം. കാരണം ഇപ്പോഴും അവിടെയൊക്കെ സംഭവം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ സർവീസ് ചെയ്യുന്നതൊക്കെ? നാട്ടിൽ സർവീസ് ചെയ്യുന്നതിന് കാഞ്ഞിരടുത്ത് തന്നെയാണ്. കാഞ്ഞിരടുത്ത് ക്രൈസ്റ്റ് ഓട്ടോമൊബൈൽസ് ഉണ്ട്, ബോവൻ ചേട്ടൻ എന്ന് പറയും. ചേട്ടനാണ് ഈ വണ്ടി തന്നെ സർവീസ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓ, പിന്നെ അവിടെ മാറ്റിസ് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ? വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. പക്ഷെ മാറ്റിസ് യൂസ് ചെയ്തെന്ന് ഒത്തിരി ആൾക്കാരുണ്ട്. എന്നെ കാണുമ്പോൾ അവരെ ഒന്ന് വർദ്ധനൊക്കെ പറയാറുണ്ട്, വണ്ടി ഇപ്പോഴും എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. വളരെ കൗതുകത്തോടുകൂടി തന്നെ. ഈ കൗതുകന് കൂടുകയുള്ളൂ, ഇതിങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും 71 Nm ആണ് മാക്സിമം ടോർക്ക്. ഇപ്പോഴത്തെ ഫിഗേഴ്സ് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വളരെ കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും ഒരു പഴയ വണ്ടി ഓടിക്കുന്ന ഫീൽ ഇത് തരുന്നില്ല എന്നുള്ളതാണ് ആ ടെക്നോളജിയുടെ ഗുണം. പിന്നെ എനിക്ക് സസ്പെൻഷൻ അടിപൊളി അല്ലേ, സസ്പെൻഷൻ ഒക്കെ നല്ല. ഇത് എന്റെ ഓർമ്മയിൽ ഞാൻ സസ്പെൻഷൻ മാറിയിട്ടില്ലെന്നാണ് എന്റെ അറിവ്. കാരണം ഞാൻ 2012 മുതലാണ് ഞാൻ വണ്ടി ഫുള്ളായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങി. ഇത് ഒപ്പം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും സർവീസ് ഷോക്ക് അബ്സോർബർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഇത് എനിക്ക് എൻ്റെ അറിവിൽ ഇത് കമ്പനി സസ്പെൻഷൻ തന്നെയാണ്. നല്ല സ്പോഞ്ചി, നല്ല സസ്പെൻഷൻ ആണ്. പിന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അല്ലേ, ഏത് തരത്തിലും നല്ല ക്ലാസ് ഏരിയ ഒക്കെ നല്ല വലിയതാണ്. അപ്പൊ ഇത് ഇപ്പൊ വീട്ടിൽ വാഗണർ കൂടെ വാങ്ങിച്ചു അല്ലേ? ഞാനൊരു സെക്കൻഡ് ഒരു വാഗണർ എടുത്തു. കാരണം എനിക്ക് ജോലിക്ക് പോകണ ട്രിവാൻഡ്രത്താണ്. അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് പോകണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഈ ഒരു വണ്ടി എനിക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി പുറത്ത് ചുമ്മാ ഇട്ടിട്ട് പോകുക, ഇട്ടിട്ട് പോകാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു എന്റെ റെഫ്യൂസിന് വേണ്ടി ഞാൻ വേറൊരു വണ്ടി എടുത്തു. അതവിടെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതൊരിക്കലും പലപ്പോഴും വിചാരിക്കും ഇത് റെഫ്യൂസ് ചെയ്യാമെന്ന്. പക്ഷെ എന്നാലും എനിക്കിത് വേറെ ഇല്ലാത്തതുകൊണ്ട് കിട്ടുകയില്ല. അതുകൊണ്ടൊരു
ഷോറൂം കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം കുറേ കാലം കൊണ്ട്. ഇതിപ്പം വിൽക്കാൻ നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വീട്ടില്? ചിലപ്പോൾ വീട്ടിൽ നിന്ന് പറയാറുണ്ട് വണ്ടി ഇടയ്ക്ക് വിറ്റേക്കാനായിട്ട്. ഇതൊക്കെ എന്തിനാ കേട്ടാണ് പഴയ വണ്ടിയൊക്കെ അല്ലേ എന്ന് അമ്മ ചോദിക്കും. വേറെ വണ്ടി വാങ്ങിക്കും, ഇത് ചുമ്മാ പോർച്ചിൽ സ്ഥലം കളയാണെന്ന്. ഇതാണോ പോർച്ചിൽ മുഖ്യ സ്ഥാനത്ത് കിടക്കുന്നത്? അല്ല, പോളോയും ഇതും ഉണ്ട്, രണ്ടുമുണ്ട്. പിന്നെ വേറൊരു വണ്ടി വാങ്ങിക്കാൻ പറ്റുക ചെയ്യണമെങ്കിൽ ഇത് കൊടുത്തിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ പറയാറുണ്ട്. പിന്നെ എന്റെ ചേട്ടൻ യൂസ് ചെയ്യുന്നുണ്ട്, ചേട്ടന്റെ വീട്ടിലും കൊണ്ടിടാറുണ്ട് വണ്ടി. ഇത് എത്ര ദൂരമായിരിക്കും ഏറ്റവും ലോങ് ഒക്കെ പോയിട്ടുണ്ടാവുക? ഞങ്ങൾ പോയിട്ടുള്ള എൻ്റെ ചേട്ടൻ്റെ ആവശ്യം തൃശ്ശൂർ പോയിട്ടുണ്ട്. തൃശ്ശൂർ പോയി, അതായിരിക്കും ലോങ് ഡ്രൈവ് എന്ന് തോന്നുന്നു. തൃശ്ശൂർ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ 1-2 പ്രാവശ്യം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇതിന്റെ അന്നത്തെ ഡീലർഷിപ്പിൽ ഒന്ന് സെന്റ് ആൻഡ്രീസ്, അത് എവിടെയാണ് ഇതെടുത്തത്? മറ്റേ ഡീലർഷിപ്പിന്റെ പേരും രസകരമാണ്, കാർബൺ ഡയോക്സൈഡ് ആയിരുന്നു അന്ന് ആ ഡീലർഷിപ്പിന്റെ പേര്. അതൊന്നും ഇപ്പൊ ഇല്ല, അവരൊക്കെ നിന്നുപോയി. അവരൊന്നും ഓട്ടോമൊബൈൽ ഫീൽഡ് ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അന്നത്തെ ഇതിൻ്റെ ഓണേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്നാലും 5 സ്പീഡ് ഗിയർ ബോക്സും അന്നത്തെ കാലത്ത് ഈ MBFI വന്നതിന് ശേഷം വന്നൊരു അത്ഭുതമാണ് അല്ലേ? കറക്റ്റ്. 5 സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് അതൊക്കെ ഇതിലുണ്ട്. എന്തായാലും ഓട്ടോമാറ്റിക്കലൊക്കെ അതിലേക്കൊന്നും പോയില്ല. അതുപോലെ അശോക് പറയായിരുന്നു, ഇത് വാങ്ങിച്ചു കഴിഞ്ഞ് ഈ SE എന്ന് പറയുന്ന SG അല്ലേ? ഇത് SG ആണ്. SA മോഡലാണ് ടോപ്പ് എൻഡെങ്കിലും ഇവരെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മോഡലിലെ പല കാര്യങ്ങളും ഈ വേരിയന്റിലേക്ക് വന്നു. അതെന്തൊക്കെയാണ് ആഡ് ചെയ്ത് വന്നത്? പിന്നീട് പവർ വിൻഡോസ് വന്നു, പിന്നെ ബാക്ക് സ്പോയിലർ വന്നു, അങ്ങനെയുള്ള കുറച്ച്. പിന്നെ ബാക്ക് റിയർ വൈപ്പർ വന്നു. SGയിൽ തന്നെ കയറ്റി, കാരണം അവർ അഡീഷണൽ ഫീച്ചർ ആയിട്ട് കൊടുത്തു വണ്ടിക്ക് സെയിൽ പറഞ്ഞപ്പോൾ. അതിന് ശേഷമാണ് വണ്ടി നിർത്തിയത്. അപ്പം അതൊരു സങ്കടമായി പോയി ആ സമയത്ത് അല്ലേ? എന്തായാലും ഈ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എൻ്റെ വിസിബിലിറ്റിയാണ്. ഒരു തരത്തിലും ഒരു ബ്ലൈൻഡ് സ്പോട്ടും ഇല്ല അല്ലേ? ഈ ഒരു കോർണർ ഗ്ലാസ് ഒക്കെ നല്ല വിശാലമായ കോർണർ ഗ്ലാസ്, ഒരു തരത്തിലും ബ്ലൈൻഡ് സ്പോട്ട് ഇല്ല. പിന്നെ സസ്പെൻഷൻ, ഇത് രണ്ടുമാണ്. പിന്നെ എഞ്ചിൻ, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ MBFI ഒരു സെറ്റപ്പ് രണ്ടാമത് വന്നത് സാൻഡ്രോയ്ക്ക് ശേഷം ഈ വാഹനമാണ്. അതും ഒരു മാറ്റമായിരുന്നു, കാർബറേറ്ററിൽ നിന്നുള്ള വലിയൊരു മാറ്റമായിരുന്നു അന്ന് സംഭവിച്ചത്. എന്തായാലും മാറ്റിസ് പറഞ്ഞല്ലോ, ഇതിൻ്റെ അത് കയറ്റിയിരുത്തി ഓടിച്ചു കഴിഞ്ഞാൽ അതൊരു പുതിയ വണ്ടിയാണെന്നല്ലാതെ ഒരു പഴയ വണ്ടിയാണെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്തു വെച്ചിരുന്നു. അപ്പം ദൈവു വിട്ടുപോയത് ഒരു സങ്കടമുള്ള കാര്യമാണ്. CLO അത് ഓടിച്ചുള്ളവർക്ക് അറിയാം എത്രത്തോളം രസകരമായ ഒരു വാഹനമായിരുന്നു. അതിൽ 1.5 എഞ്ചിനായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അന്നത്തെ കാലത്ത് അതും ഒരു സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും വേണമെങ്കിൽ ഒരു റിട്ടയർഡ് സുന്ദരി എന്നൊക്കെ വിളിക്കാവുന്നൊരു വാഹനമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതേ കണ്ടീഷനിലൊക്കെ മാറ്റിസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഇവരുടെ തന്നെ മറ്റ് 2 മോഡലുകൾ, അതായത് CLOയും നെക്സിയയും, ഈ 2 വാഹനങ്ങളും ഇതുപോലെ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിൽ അത് കൊണ്ടുവരാം. അപ്പോൾ ഈ പറഞ്ഞ 22 വർഷത്തിന് ശേഷം ഞാൻ ഓടിച്ചൊരു നൊസ്റ്റാൾജി അടിച്ച് നിൽക്കുകയാണിപ്പോൾ ഈ മാറ്റിസ് കണ്ടിട്ടും കേട്ടിട്ടും. അപ്പോൾ അതിന് ഇടവരുത്തിയ അശോകിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ എന്തായാലും ഇത് വിൽക്കരുത് കേട്ടോ. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിറ്റാലെന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഈ ഇപ്പോൾ കാർപോർട്ട് ഒന്ന് ഒഴിയാൻ വേണ്ടി. പക്ഷേ അങ്ങനെ ചിന്തിക്കരുത്, അമ്മയോടും കൂടെയാണ് അഭ്യർത്ഥിക്കുന്നത്. കാരണം ഇതൊക്കെ ഒരു മ്യൂസിയം പീസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ രംഗത്തെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച വാഹനമാണിത്. ആ ഒരു സുവർണ്ണകാലത്തിൻ്റെ ഒരു ശേഷിപ്പെന്നൊക്കെ വിളിക്കാവുന്ന വാഹനമാണ്. അതുകൊണ്ട് അവിടെ കിടക്കട്ടെ കാഞ്ഞിരമറ്റത്തെ പോർച്ചിൽ തന്നെ ഈ വാഹനം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ബൈ. അമ്മയോട് വിൽക്കരുത് പറയുമ്പോൾ അമ്മയുടെ പേരിലാണ് വണ്ടി. അമ്മയുടെ പേരിലാണ്. അമ്മയുടെ വേണമെങ്കിൽ വിൽക്കാന്നല്ലേ? ഇല്ല, അമ്മ വിൽക്കില്ല. ഈ വീഡിയോ ഒന്നും അമ്മ വിൽക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.